എന്താടാ? ഒന്നുമില്ല. എന്താ എടാ, നീ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ ഭാവനയിൽ എന്തെങ്കിലും പറഞ്ഞാണോ? ഒരാളെ കൊന്നെന്ന് ആരെങ്കിലും കള്ളം പറയോ അച്ഛാ? ഞാനത് ചെയ്തു. അല്ല, ചെയ്തു പോയതാ. ദേവിയോട് ഞാൻ മാപ്പ് ചോദിച്ചു, അച്ഛനോടും. എന്നോട് പൊറുക്കണം. മോനെ, ഒക്കെ കൈവിട്ടു പോയി. എനിക്കാരെ കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ വലിയൊരു പാവിയാ. അച്ഛനും അമ്മയ്ക്കും ദേവിക്കും ഒന്നും ഇനി എന്നോട് പഴയതുപോലെ ആവാൻ പറ്റില്ല. എന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. കരയില്ല ഇങ്ങനെ. അച്ഛ, അച്ഛ എന്നോട് ക്ഷമിക്കണേ അച്ഛ. നന്ദ, നീ ഒരു കൊലപാതകമാ ചെയ്തിരിക്കുന്നത്. ഒരു ജീവൻ എടുത്തിരിക്കുന്നു. സംഭവിച്ചു പോയിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജീവൻ എടുത്തതിന് ന്യായീകരണമില്ല. അറിയാച്ച, ദേവി ഋഷിയുടെ കാര്യത്തെ ആകെ പേടിച്ച് നിൽക്കുക. അച്ഛ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റമേറ്റോളാം. എല്ലാം തുറന്നു പറയാം. അതോടെ നിങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുമല്ലോ. ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇതൊക്കെ പറയുന്നതാണോ നീ വിചാരിക്കുന്നത്? ഈ നടന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണം. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇനി എന്തറിയാനാച്ച? ഞാനാ ഋഷിയെ കൊന്ന. ഞാനല്ലേ പറയുന്നേ. എടാ, നീ ഒന്ന് സമാധാനിക്ക്. തൽക്കാലം ഞാൻ പറയുന്നോ നീ ഒന്ന് കേൾക്കണം. നിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യ്. അടുത്ത എന്താന്ന് ആലോചിച്ചിട്ട് പറയാം. ഇല്ല, ഇനി എനിക്ക് പറ്റില്ല അച്ഛാ. എത്ര ഒളിപ്പിച്ചു വെച്ചാലും ജീവിതകാലം മുഴുവൻ ഒരു കൊലപാതകയായി എനിക്ക് മറന്നു വയ്ക്കാൻ പറ്റില്ല. ഇല്ല, അതിന് ഞാനും സമ്മതിക്കില്ല. പക്ഷെ എല്ലാം ഒന്ന് കൃത്യമായി അറിയട്ടെ. അച്ഛാ, ദേവിയുടെ അച്ഛൻ എങ്ങനുണ്ട്? ദേവിയുടെ അച്ഛൻ എങ്ങനുണ്ട്? മാധവന് കുഴപ്പമൊന്നുമില്ല. നീ സമാധാനമായിട്ടിരിക്കും. അച്ഛാ, ദേവി എന്തെങ്കിലും പറഞ്ഞോ? അവളിനി ഡിവോഴ്സ് കേസ് കൊടുക്കോ? അത് അവൾക്കേ അറിയൂ. നന്ദ, ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്. ആരെയും വിളിക്കാൻ നിൽക്കണ്ട. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് റൂമിൽ പോയിരിക്കും. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കുമ്പം വന്നാ മതി. പറഞ്ഞത് മനസ്സിലായോ? ചെല്ല് ചെല്ല്, വാ, കേറ്.